വർഷം 2013 ജൂൺ മാസം. ഉത്തരാഖണ്ഡിലെ ഹിമാലയൻ മലനിരകളെ പിടിച്ചു കുലുക്കിക്കൊണ്ട് പ്രകൃതി തൻ്റെ ഏറ്റവും ഭയാനകമായ രൂപം പുറത്തെടുത്തു. ആയിരക്കണക്കിന് മനുഷ്യജീവനുകളാണ് അന്ന് അളകനന്ദ നദിയിലെ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയത്. ശാസ്ത്രലോകം ഇതിനെ മേഘവിസ്ഫോടനമെന്ന് വിലയിരുത്തിയെങ്കിലും അവിടുത്തെ നാട്ടുകാർക്ക് പറയാനുള്ളത് മറ്റൊന്നായിരുന്നു. ഇത് ഒരു പ്രകൃതി ദുരന്തം മാത്രമല്ല, മറിച്ച് ഒരു ദേവിയുടെ ശാപമാണ് എന്നാണ് അവർ പറഞ്ഞത്. ആരാണ് ആ ദേവി? എന്താണ് ആ രഹസ്യം? നമുക്ക് നോക്കാം. ഉത്തരാഖണ്ഡിലെ ശ്രീനഗറിനടുത്ത് അളകനന്ദ നദിയുടെ മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന പുണ്യക്ഷേത്രമാണ് ദാരി ദേവി ക്ഷേത്രം. യഥാർത്ഥത്തിൽ ആരാണ് ഈ ദാരി ദേവി? സാക്ഷാൽ ഭദ്രകാളിയുടെ അതിശക്തമായൊരു രൂപത്തെയാണ് ഇവിടെ ആരാധിക്കപ്പെടുന്നത്. ഇന്ത്യയിലെ 108 ശക്തിപീഠങ്ങളിൽ ഒന്നാണിത്. ഈ ക്ഷേത്രത്തിനു പിന്നിൽ അതിശയിപ്പിക്കുന്ന ചില നിഗൂഢതകളുണ്ട്. അതിലൊന്നാണ് ഇവിടുത്തെ വിഗ്രഹത്തിൻ്റെ മുഖഭാവം. വിഗ്രഹം ശ്രദ്ധിച്ചാൽ രാവിലെ ഒരു കൊച്ചു പെൺകുട്ടിയുടെയും ഉച്ചയാകുമ്പോൾ ഒരു യുവതിയുടെയും വൈകുന്നേരമാകുമ്പോൾ ഒരു വൃദ്ധയുടെയും ഭാവമാണ് ഈ വിഗ്രഹത്തിനെന്നാണ് ഭക്തർ സാക്ഷ്യപ്പെടുത്തുന്നത്. മറ്റൊരു വലിയ പ്രത്യേകത, ഇവിടെ കാളി മാതാവിൻ്റെ വിഗ്രഹത്തിൻ്റെ മുകൾ ഭാഗമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. വിഗ്രഹത്തിൻ്റെ താഴത്തെ ഭാഗം സ്ഥിതി ചെയ്യുന്നത് കാളിമഠ് എന്ന സ്ഥലത്താണ്. അവിടെ ദേവിയെ പൂർണ്ണ കാളി രൂപത്തിലാണ് ആരാധിക്കുന്നത്. ഉത്തരാഖണ്ഡിലെ അതിപ്രശസ്തമായ ചാർധാം തീർത്ഥാടനത്തിൻ്റെ, അതായത് കേദാർനാഥ്, ബദ്രിനാഥ്, ഗംഗോത്രി, യമുനോത്രി എന്നീ ക്ഷേത്രങ്ങളുടെ കാവൽ മാലാഖയായിട്ടാണ് ദാരി ദേവിയെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസമുണ്ട്, ഈ 4 പുണ്യക്ഷേത്രങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ദാരി ദേവി ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങിയാൽ മാത്രമേ ആ യാത്ര പൂർണ്ണമാകൂ എന്ന്. നൂറ്റാണ്ടുകളായി ഈ മലനിരകളെ കാത്തു സൂക്ഷിക്കുന്നത് ദാരി ദേവിയാണെന്നാണ് വിശ്വാസം. ദേവിയെ തൻ്റെ മൂലസ്ഥാനത്തു നിന്ന് മാറ്റിയാൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന് ഒരു പഴമൊഴിയുണ്ടായിരുന്നു. എന്നാൽ വികസനത്തിൻ്റെ പേരിൽ മനുഷ്യനത് മറന്നു. അളകനന്ദ നദിയിൽ ഒരു വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് വന്നപ്പോൾ ക്ഷേത്രം വെള്ളത്തിനടിയിലാകുമെന്ന അവസ്ഥയായി. അങ്ങനെ 2013 ജൂൺ 16 വൈകുന്നേരം കൃത്യം 6:30 അധികൃതർ ആ ദേവീ വിഗ്രഹം അതിൻ്റെ മൂലസ്ഥാനത്തു നിന്നും മാറ്റി ഒരു താൽക്കാലിക പ്ലാറ്റ്ഫോമിലേക്ക് പ്രതിഷ്ഠിച്ചു. വിഗ്രഹം മാറ്റി കൃത്യം മണിക്കൂറുകൾക്കുള്ളിൽ കേദാർനാഥ് താഴ്വരയെ ഒന്നടങ്കം വിഴുങ്ങിക്കൊണ്ട് ആ മഹാപ്രളയം ആഞ്ഞടിച്ചു. വൻ മലയിടിച്ചിലുണ്ടായി. കേദാർനാഥ് നഗരം മുഴുവൻ തുടച്ചു നീക്കപ്പെട്ടു. ചരിത്രത്തിൽ ഇതിനു മുൻപ് 1882 ഒരു പ്രാദേശിക രാജാവ് ഈ വിഗ്രഹം മാറ്റാൻ ശ്രമിച്ചപ്പോൾ സമാനമായ രീതിയിൽ വലിയൊരു മലയിടിച്ചിലുണ്ടായിട്ടുണ്ടെന്നത് ഈ വിശ്വാസത്തിന് ആക്കം കൂട്ടുന്നു. ശാസ്ത്രജ്ഞർ പറയുന്നത് ഇതൊരു യാദൃശ്ചികം മാത്രമാണ് എന്നാണ്. പരിസ്ഥിതി വ്യതിയാനമാണ് ഇതിന് കാരണം എന്നതാണ് ശാസ്ത്രജ്ഞരുടെ വാദം. എന്നാൽ ആത്മീയതയിൽ വിശ്വസിക്കുന്നവർ ഇന്നും ഉറച്ചു വിശ്വസിക്കുന്നു അത് ദേവിയുടെ കോപം തന്നെയായിരുന്നു എന്ന്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം എല്ലാ ആചാരങ്ങളോടും കൂടി ദേവിയെ പുതിയ ക്ഷേത്രത്തിലേക്ക് പൂർണ്ണമായി മാറ്റി പ്രതിഷ്ഠിക്കുകയുണ്ടായി. ഇത് കേവലം അന്ധവിശ്വാസമാണോ, അതോ പ്രകൃതി മനുഷ്യന് നൽകുന്ന ശക്തമായ മുന്നറിയിപ്പുകളാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഇതുപോലെയുള്ള കൂടുതൽ രസകരമായ കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.